സാധാരണ കയ്യിൽ ബുക്കും പിടിച്ച് നടക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. പക്ഷേ ഇപ്പൊ വിറകും പിടിച്ച് കന്നിപ്പോരെ നിക്കണം. ഈ സ്കൂളിലെ പ്യൂൺ വന്നില്ലെങ്കിൽ ബെല്ലടിക്കണം. ഇപ്പൊ കന്നിപ്പോരല്ല, ചേച്ചി വരാത്തോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കന്നിയും വെക്കണം. പക്ഷെ പ്രിൻസിപ്പൾ വന്നില്ലെങ്കിൽ ആ ജോലി ജയിക്കോ? അതില്ല. കന്നി ചേച്ചിയാ? ഞാൻ നിന്റെ ടീച്ചറല്ലേടാ? ടീച്ചർ ക്ലാസ് വരുമ്പോഴേ ഞാൻ ടീച്ചറേന്ന് വിളിച്ചോളാം. ഇപ്പൊ കന്നി ചേച്ചി. 2 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കഞ്ഞി ഉണ്ടാക്കണം. ഇന്നപ്പെടുത്ത് ഞാൻ നിർത്തി പണി. ടീച്ചറെ അങ്ങനെ പറയരുത്. ഈ കന്നി ഉള്ളത് കൊണ്ടാണ് എന്നെ പോലത്തെ കുട്ടികൾ ഇവിടെ വന്നത്. ഇല്ലാന്നെങ്കിൽ ടീച്ചറിന്റെ കണ്ണൂടി മുട്ടി വീട്ടിൽ പോയെന്നാണ്. അതും ശരിയാ. അല്ലടാ, ഇതെന്താ നിന്റെ കയ്യിൽ ഒരു ചെറിയ ബാഗും ഒരു വലിയ തൊട്ടിയും? അതെ, എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടുതൽ ആഹാരവും മതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല, ഇത് എന്തോന്ന് കോലവാടാ? ഇതാണ് ടീച്ചറെ ഇപ്പത്തെ ന്യൂജൻ സ്റ്റൈൽ. എങ്കിലേ ഈ വിറകും കൂടെ പിടിച്ചോണ്ടിരുന്നോ. കാക്ക എങ്ങനെ ഈ കോലം കണ്ട് കൊത്താൻ വന്നാലേ നിനക്ക് അടിച്ചോടിക്കാം. കണ്ണിക്കിട്ട് ഇളക്കിയാ മതി, എനിക്കിട്ട് ഇളക്കണ്ട. ആടാ ആദ്യം മോനെ, ടീച്ചറിനെ ഒന്ന് വന്ന് സഹായിക്കടാ. സഹായിക്കാല കണ്ണി റെഡിയാക്കി വരുമ്പോ ഈ ബക്കറ്റ് നിറച്ച് കണ്ണി കുറ്റി ഞാൻ സഹായിക്കാം. ബാക്കി ഇങ്ങനെ വന്ന് വീട്ടിൽ കൊണ്ടുപോയി സഹായിക്കാം. ആ സഹായം അല്ല എനിക്ക് വേണ്ടത്, ഈ കന്നി വെക്കാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കാൻ. സോറി മിസ്, ഐ ആം വെരി ബിസി, ഐ കാൻ ഹെൽപ് യു. ഞാൻ നിന്റെ മലയാളം ടീച്ചറല്ലേ, നീ എന്നോട് മലയാളത്തിൽ സംസാരിച്ചാ മതി. എന്നാ മലയാളത്തിൽ സംസാരിച്ചോളാം. അല്ലടാ, നീ എങ്ങനെ രാവിലെ സ്കൂളിലോട്ട് വന്നത്? അത് ഞാനേ ദിബാത ദ്വിചക്ര സഞ്ചാര ശകടത്തിലാണ് വന്നത്. എന്തോന്ന്? ദിബാത ദ്വിചക്ര സഞ്ചാര ശകടം സൈക്കിളേ, മലയാളത്തിൽ പറഞ്ഞതാ. അത്രക്ക് അങ്ങോട്ട് വേണ്ട, നീ സാധാരണ രീതിയിൽ തന്നെ പറഞ്ഞാ മതി. നോക്കി നിക്കതാ, തീപ്പെട്ടി ഇങ്ങോട്ട് എടുത്തതാ. ടീച്ചറെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചാലുണ്ടല്ലോ ടീച്ചർ ബാലവേലക്കകത്തു. ഞാനങ്ങോട്ട് വന്നാലേ ഈ ചൂരലുണ്ടെന്നാലോ അടി തരുവേ. അടി തരാൻ പറഞ്ഞ നേരത്തെ ടീച്ചറിനെ ടീപ്പെട്ടി എത്തുണ്ടെങ്കിൽ പോയാ പോരും. നിന്നോട് പറഞ്ഞ ഒരു വക കേൾക്കത്തില്ലല്ലേ? ആര് പറഞ്ഞേ? ടീച്ചർ പറഞ്ഞ എനിക്ക് നന്നായിട്ട് കേൾക്കാല്ല. ടീച്ചറെ എനിക്ക് ഈ കന്നിപ്പോരിൽ നിന്ന് സഹായിക്കാനുള്ള സമയമില്ല. എനിക്ക് ക്ലാസ്സിൽ പോയി കുറെ പഠിക്കാനുള്ളതാണ്. എടാ, അതിന് നീ ഇവിടെ ഇരുന്നാ മതിയടാ. നിന്റെ സംശയമൊക്കെ തീർത്ത് ടീച്ചർ നിന്നെ പഠിപ്പിച്ചുതരാം. കൂടെ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണേ. എന്നാ സേറേനെ ശ്രീലക്ഷ്മിനും കൂടി ഇങ്ങോട്ട് വിളിച്ചേക്ക്. എടാ, അത് വേണ്ടടാ, ഇവിടെ സുലേഖയും ജയേക്കും ഉണ്ട്. ഇപ്പൊ നീ ആ വൈബ് വെച്ച് അഡ്ജസ്റ്റ് ആ ചാക്കിന്റെ അകത്ത്. ഞാൻ ആദ്യമേ പറഞ്ഞതാ കണ്ണിക്ക് തിളക്കാൻ മതി, എനിക്ക് തിളക്കണ്ടേ. ഇത് ഇവിടെ കിടന്ന് തിളക്കട്ട. ഇപ്പൊ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ടീച്ചർ ഉണ്ടാക്കിയ കഞ്ഞിയും കുടിക്കാലോ. ഓ, അപ്പൊ എന്റെ ജീവിതം നശിപ്പിക്കും, എന്റെ വയറും നശിപ്പിക്കും. എല്ലാം നശിക്കും. നിന്നെ ഇന്നലെ പഠിപ്പിച്ചേക്കാൻ എന്താ, ഒന്ന് വേഗം പറഞ്ഞേ. ആദ്യം ഒരു കലത്ത് വെള്ളം തിളപ്പിക്കുക, അരി കരുവി വെള്ളത്തിലേക്ക് ഇടുക, കുറച്ച് വരുമ്പോൾ കഞ്ഞി റെഡി. എടാ ചെറുക്ക, നീ എന്തോന്നൊക്കെയാടാ ഈ പറയുന്നത്? ഇതല്ലേ ടീച്ചർ എന്നെ 2 ദിവസമായിട്ട് പഠിപ്പിക്കുന്നത്. എങ്കിൽ ഇപ്പൊ നിന്റെ നോട്ട്ബുക്ക് എടുക്കും, ഞാൻ അത് നോക്കി നിന്നെ പഠിപ്പിക്കാം. എടാ, ഇതിലെ പേപ്പറൊക്കെ എവിടെ? അതല്ലേ ടീച്ചർ ഇന്നലെ വിറക് തീർന്നപ്പോ കത്തിച്ചത്. എന്റെ വിദ്യാഭ്യാസം ആ കത്തിക്കറിഞ്ഞു പോയോ. പോട്ടെ. ഇപ്പൊ ടീച്ചർ നിന്നോടെ വേറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പഠിപ്പിക്കാം. ഈ ദഹന പ്രക്രിയ എന്ന് പറഞ്ഞ എന്താടാ? വലത്തേക്കായി തുടങ്ങി ഇടത്തേക്കായി അവസാനിക്കുന്ന പ്രക്രിയയാണ് ദഹന പ്രക്രിയ. അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും അത് മാത്രം അറിയാം. ഇനി അടുത്ത ചോദ്യം. വാസ്കോ ഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെയാ? അത് കടലില്. കടലിലാ? കപ്പൽ പിന്നെ കടലല്ലാതെ കപ്പത്തോട്ടത്തിലിറങ്ങി. അതും പോയി. ഇനി ഞാൻ നിന്നോട് ഹിസ്റ്ററി ചോദിക്കാം. സതി നിർത്തലാക്കിയത് ആരാടാ? അത് 4 പേരുടെ ടീമാ. 4 പേരുടെ ടീമാ? രാജയും രാമും മോഹനും റോയും. ഒരൊറ്റ ആളാ രാജാറാം മോഹൻ റോയ്. ദൈവമേ. ഇനി നീ ഇതിന് ഉത്തരം പറ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാരാ? ഭീമൻ രഘു. വരണം മിസ്റ്റർ ഇൻഡിറ്റ്യൂഡൻ. അവിടെ നിന്നെ ആരാണെന്നാരാ നീ പറഞ്ഞത്? ഭീമൻ രഘുവേ, നല്ല ഉരുക്ക് പോലെയല്ലേ ഇരിക്കുന്നത്. എടാ, അതല്ലടാ, സർദാർ വല്ലഭായ് പട്ടേല്. എനിക്ക് വയ്യ. ഇനി നമുക്ക് ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാം. മൊത്തം നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട്? 9 ഗ്രഹങ്ങൾ. അതിലേത് ഗ്രഹത്തിലാ നീ ജീവിക്കുന്നത്? സിംഗുതറ ഹൗസ്. എടാ, നിന്റെ വീടല്ലടാ ചോദിച്ചത്, ഗ്രഹം. നമ്മുടെ ഭൂമി. പിന്നെ എന്റെ വീട് ഭൂമിയിലേതല്ല, ആകാശത്തിലാണ്. അപ്പൊ നിനക്ക് ജോഗ്രഫി ഒട്ടും അറിയില്ല. ഇനി ഞാൻ നിന്നോട് ബയോളജി ചോദിക്കാം. നമ്മുടെ കണ്ണ് എന്ത് സഹായം ചെയ്യുന്നു?
കണ്ണാടി കടക്കാർ കാശുണ്ടാക്കാൻ സഹായിക്കുന്നു. എടാ പൊന്നു മോനെ, എടാ നീ നിന്റെ ക്ലാസ്സിൽ ആ ആരോണിനെ കണ്ടുപിടിക്കാം. അവന് എല്ലാ വിഷയത്തിനും A+. ടീച്ചറെ അമ്പയർ ചേർത് എന്നാ ചേർതെന്ന്? എന്നെ വേറെ കുട്ടികളായിട്ട് താരതമ്യം ചേർതെന്ന്. ഓ എടാ അത് അമ്പയർ അല്ലടാ കമ്പയർ. നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കന്നി തിളച്ചിട്ടുണ്ട്, ഞാൻ ഇത് എടുത്തുതരാം, നീ ഇതിരുന്ന് കുടിക്കാൻ നോക്കും. കഞ്ഞി നല്ല ചൂടായിരിക്കും. ഇതിരുന്ന് കൂടി, നിന്നെ കൊണ്ടേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അയ്യോടാ. ടീച്ചറെ ഇതെന്തോ ഇട്ടാണ് ഉണ്ടാക്കിയേ? ഞാൻ എന്തുണ്ടാക്കിയാലും എല്ലാരും ചോദിക്കും എന്തിട്ടാ ഉണ്ടാക്കിയ, നല്ല ടേസ്റ്റ് ആന്നൊക്കെ. അടിപൊളിയായിട്ടുണ്ടല്ലേ? അതുകൊണ്ടല്ല, മുകളിലുള്ളവർ ചോദിച്ച ഉത്തരം പറയണ്ടേ? എന്ത്? നീ എന്ത് വെച്ചിട്ടാ ചത്തെന്ന്? ക്യൂട്ട് പെർഫോമൻസ്, മറ്റൊരു ക്യൂട്ട് പെർഫോമൻസ് അല്ലെ. നമ്മള് ആക്ച്വലി തനിയുടെയും തൻവിയുടെയും സ്കിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലങ്ങ് ലയിച്ചു പോകും. കൗണ്ടർ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ അവരുടെ ആ ഒരു ക്യൂട്ട്നെസ് ഇങ്ങനെ കണ്ടിരുന്നു പോകും. ഇപ്പൊ സ്കൂളിലൊക്കെ ചെന്നിട്ട് എല്ലാരും എന്നാ പറയുന്നു? എല്ലാരും നല്ല സപ്പോർട്ടാണ്. എല്ലാരും എല്ലാ കാര്യത്തിനും എല്ലാരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് എല്ലാരും പ്രാർത്ഥിക്കും. അയ്യോടാ. ഇപ്പൊ സന്തോഷം തോന്നുന്നില്ലേ? ആ വളരെ സന്തോഷം. എല്ലായിടത്തും ഇവർക്ക് ആദരവൊക്കെ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചില്ലേ നാട്ടില്? ഫ്ലെക്സ്, നാട്ടിലൊക്കെ ഫ്ലെക്സ് ഒക്കെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയില്ലേ? പള്ളിയിൽ നിന്നും കിട്ടി, സ്കൂളിൽ നിന്നും എല്ലായിടത്തും ഉണ്ട്. തന്നെ കുട്ടി എങ്ങനെയുണ്ട് ഈ ഒരു നമ്മുടെ സ്റ്റേജിലും കോമ്പറ്റീഷനിലും പിന്നെ പൈസ കിട്ടി? ഈ പൈസ എന്താ ചെയ്യണത് മോനു? പൈസ ആരുടെ അടുത്താ പോണേ? അത് അമ്മേന്റെ അടുത്ത്. അമ്മേന്റെ അടുത്താണോ? അപ്പൊ അമ്മോട് ചോദിച്ചോ ഈ പൈസ എന്താ ചെയ്യണത് എന്ന് ചോദിച്ചോ? അപ്പൊ അമ്മ പറഞ്ഞ് കൊറേ സ്ഥലത്തൊക്കെ പോവാനാണെന്ന്. കൊറേ ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. സ്കിറ്റിന്റെ ഇടയ്ക്ക് കാല് ശരിക്കും വയ്യാണ്ടിരിക്കുന്നതാണോ അതോ സ്കിറ്റിന് വേണ്ടി അങ്ങനെ ചെയ്തതാണോ? എന്റെ കാല് സൈക്കിളിന്റെ ഇടക്ക് പോയതാ. അയ്യോ, അതെങ്ങനെ? പ്രാക്ടീസും കഴിഞ്ഞ് വരുമ്പോ. ആണോ? ഓ, അത് വെച്ചിട്ടാണോ അപ്പൊ ഇന്ന് പെർഫോം ചെയ്തേ? പെട്ടെന്ന് എല്ലാം റെഡി ആവട്ടെ കേട്ടോ. ഒരുപാട് മുറിവുണ്ടോ? ഇച്ചിരി ഉള്ളു. വേനയുണ്ടോ ഇപ്പൊ? വേനയില്ല. അപ്പൊ മുറിവൊക്കെ പെട്ടെന്ന് ശരിയാവട്ടെ കേട്ടോ. നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. ഐ ഹാവ് ടു ടെൽ യു. ഇവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ പഠിക്കുവോ? അങ്ങനെയൊക്കെ പഠിക്കും. അതും ഇതുപോലെ പഠിക്കും, പെട്ടെന്ന് പഠിക്കും. സ്കിറ്റ് പഠിക്കും പോലെ തന്നെ. മാർക്കൊക്കെ ഉണ്ട്. അതെ, ഒരു കാര്യം ചെയ്യട്ടെ. സൈക്കിളിന്റെ മലയാളം എന്തായിരുന്നു പറഞ്ഞേ? ദിബാദ ദ്വിചക്ര സഞ്ചാര ശകലത്തില്. അയ്യോ, ഒന്ന് പറയേ. ഇത് അഖിൽ മാമൻ പറയുന്നതായിരിക്കും. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ദിബാദ ദ്വിചക്ര സഞ്ചാര ശകലം. ദിബാദ ദ്വിചക്ര സഞ്ചാര ശകടോ? ഇത് എത്ര ദിവസം കൊണ്ടാ പഠിച്ച കുഞ്ഞ്? അതൊരു ദിവസം. ഒരു ദിവസം കൊണ്ടോ? ഇത് ഇതിനു മുമ്പ് അറിയായിരുന്നോ ഇങ്ങനത്തെ ഒരു വാക്കില്ലല്ലോ? ഇല്ല. ഓ, നീ കിടിലോ ആടാ. നിന്നെ ആൾക്കാർ കണ്ണു വെക്കും. പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. പിള്ളേരെ കളിച്ച സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്, നോക്കാം. ഓക്കെ, 12,000 rupees ആണ് ഇത്തവണ നേടിയിരിക്കുന്നത്. അതും വലിയ എമൗണ്ട് തന്നെയാ. കറങ്ങാനുള്ള എമൗണ്ടാ നമുക്ക് കേട്ടോ. അമ്മയുടെ കയ്യിൽ സേഫ് ആയിട്ട് കൊടുക്കണം, എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോണം. ഡീൽ? ഓക്കെ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി എമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? ക്രെഡിറ്റ് ആയി. ഓക്കെ, ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി സ്കൂളിൽ ചെന്ന് ഗേൾ ഫ്രണ്ട്സിനോടും ബോയ് ഫ്രണ്ട്സിനോടും ഒക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. ഒന്നും കൂടെ ചേച്ചിക്കുട്ടിക്ക് ഒരു വലിയ കയ്യടി ഓൾസോ. കാരണം കൊച്ചിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് മോളാണ് കൊണ്ട് നടത്തുന്നത് കേട്ടോ. നമ്മളത് എല്ലാ എപ്പിസോഡും പറയുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് എ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. ഓക്കെ.